നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുവൈത്ത് ദുരന്തം ആശ്വാസധനം പ്രഖ്യാപിച്ച MA യൂസഫലിയും രവി പിള്ളയും. കുവൈത്ത് ദുരന്തം മൃതദേഹങ്ങളുമായി വിമാനം ആദ്യം കൊച്ചിയിലെത്തും, പിന്നീട് ഡൽഹിയിലേക്ക്. ഹൃദയം തകർന്ന പ്രതികാരം, 3 മിനിറ്റിൽ വെന്തു മരിച്ചത് 50 പേർ. കുവൈത്ത് കണ്ട ഏറ്റവും വലിയ ദുരന്തം. കുവൈത്ത് ദുരന്തം ലോക കേരള സഭ നിർത്തിവെക്കണമെന്ന കുമ്പളത്ത് ശങ്കരപ്പിള്ള. ബലിപെരുന്നാൾ, UAE-യിൽ തടവുകാർക്ക് മോചനം. ഒടുവിലവർ നാടണഞ്ഞു, കണ്ണീരണിഞ്ഞ കേരളം. 31 പേരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി. 130-ാം വയസ്സിൽ ആദ്യ ഹജ്ജ്, സുർഹുദ മുത്തശ്ശിയെ വരവേറ്റ സൗദി. കുവൈത്ത് ദുരന്തം ആശ്വാസധനം പ്രഖ്യാപിച്ച MA യൂസഫലിയും രവി പിള്ളയും. കുവൈത്തിലെ മംഗഫ് 4-ലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നോർക്ക വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫലിയും പ്രവാസി വ്യവസായി രവി പിള്ളയും ആശ്വാസധനം പ്രഖ്യാപിച്ചു. തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ആശ്വാസധനം നൽകുമെന്ന് MA യൂസഫലി അറിയിച്ചിരിക്കുന്നു. ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ യൂസഫലി അറിയിച്ചു. ദുരന്തത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തിയ യൂസഫലി പരുക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. അതേസമയം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രവി പിള്ള 2 ലക്ഷം രൂപ വീതമാണ് ആശ്വാസധനമായി നൽകുക. ഇരുവരും നോർക്ക വഴിയായിരിക്കും ധനസഹായം കുടുംബങ്ങൾക്ക് നൽകുക. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈത്ത്. കുവൈത്ത് ദുരന്തം മൃതദേഹങ്ങളുമായി വിമാനം ആദ്യം കൊച്ചിയിലെത്തും, പിന്നീട് ഡൽഹിയിലേക്ക്. മംഗഫിലെ അഗ്നിബാധയിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. ബുധനാഴ്ച പുലർച്ചെ 4:30-യോടെയുണ്ടായ തീപിടുത്തത്തിൽ 23 മലയാളികൾ, 7 തമിഴ്നാട് സ്വദേശികൾ, 4 ഉത്തർപ്രദേശുകാർ, 3 ആന്ധ്രാപ്രദേശ് സ്വദേശികൾ, ബീഹാർ, ഒഡീഷ 2 വീതം, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, പഞ്ചാബ്, പശ്ചിമബംഗാൾ സ്വദേശികൾ 1 വീതം എന്നിങ്ങനെ ആകെ 46 ഇന്ത്യക്കാരാണ് മരിച്ചതെന്ന് ഇന്നലെ അധികൃതർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. കുവൈത്ത് സമയം അർദ്ധരാത്രി 12:30-ന് ചാർട്ടേഡ് വിമാനത്തിൽ ആദ്യം കൊച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കുമാണ് മൃതദേഹങ്ങളെല്ലാം കൊണ്ടുപോയത്. മലയാളികളുടെ മൃതദേഹങ്ങൾ കൊച്ചിയിൽ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത ശേഷം ബാക്കി മൃതദേഹങ്ങളുമായി അവിടെ നിന്ന് വിമാനം അതാത് സംസ്ഥാനങ്ങളിലേക്ക് പറക്കും. നാളെ ബലിപെരുന്നാൾ അവധി ആരംഭിക്കുന്നതിനാൽ ഇന്ന് തന്നെ മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ കുവൈത്ത് ഭരണാധികാരി നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈത്തിലെ ഇന്ത്യൻ എംബസിയിൽ തമ്പടിച്ച നടപടികൾ പൂർത്തിയാക്കുന്നതിന് നേതൃത്വം നൽകി. ബുധനാഴ്ച പുലർച്ചെ 4:30-യോടെ മംഗഫ് ബ്ലോക്ക് 4-ൽ പ്രവാസി മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള NBTC കമ്പനിയിലെ ജീവനക്കാരുടെ താമസ സ്ഥലത്തുണ്ടായ വൻ അഗ്നിബാധയിലാണ് ഇവർ മരിച്ചത്. ഈജിപ്തുകാരനായ കെട്ടിട കാവൽക്കാരന്റെ മുറിയിലെ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചതായിരുന്നു വൻ ദുരന്തത്തിന് കാരണമായത്. കെട്ടിടത്തിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈത്ത്. ഹൃദയം തകർന്ന പ്രതികാരം, 3 മിനിറ്റിൽ വെന്തു മരിച്ചത് 50 പേർ. കുവൈത്ത് കണ്ട ഏറ്റവും വലിയ ദുരന്തം. 2ാം വിവാഹത്തിനൊരുങ്ങിയ ഭർത്താവിനോടുള്ള പ്രതികാരമായി യുവതി ടെന്റിന് പെട്രോൾ ഒഴിച്ച തീ കൊളുത്തിയതിനെ തുടർന്ന് 57 പേർ മരിക്കുകയും 90 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ് കുവൈത്ത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജീവഹാനിയുണ്ടാക്കിയ ദുരന്തം. മംഗഫിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയിലെ ജീവനക്കാരായ 24 മലയാളികൾ ഉൾപ്പെടെ 50 ഇന്ത്യക്കാർ മരിച്ച ദുരന്തം പലരുടെയും ഓർമ്മയിൽ കൊണ്ടുവന്നത് 2009 ഓഗസ്റ്റ് 15-ന് നടന്ന ഈ പ്രതികാരമാണ്. വിവാഹാഘോഷങ്ങളുടെ ആരവങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന കുവൈത്തിലെ അൽ ജഹ്റയിലെ വിവാഹ ടെന്റിൽ നിന്ന് ഉയർന്ന കൂട്ടനിലവിളി തകർത്തത് കുവൈത്തിന്റെ ഹൃദയമായിരുന്നു. നസ്ര യൂസഫ് മുഹമ്മദ് അൽ എനൈസി എന്ന 23-കാരി 2ാം വിവാഹത്തിനൊരുങ്ങിയ ഭർത്താവിനോടുള്ള പ്രതികാരമായി പെട്രോൾ ഒഴിച്ച ടെന്റിന് തീ കൊളുത്തി. വയോധികരും കുട്ടികളുമെല്ലാം വെന്തുമരിച്ച ഈ സംഭവം കുവൈത്തിൽ അതുവരെ നടന്ന ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. 3 മിനിറ്റിനകം ടെന്റ് ചാരമായി, മനുഷ്യരും. രാത്രി 9:30-യോടെയായിരുന്നു വിവാഹ ടെന്റിലെ ദുരന്തം. 3 മിനിറ്റ് കൊണ്ട് ടെന്റ് ചാരമായി തീർന്നു. ഒപ്പം ഇതിനകത്ത് ആഘോഷത്തിമിർപ്പിലായിരുന്നവരും കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരും മരിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും പാലിക്കാതെയുള്ള തമ്പായിരുന്നു അത്. ഒരേയൊരു വാതിൽ മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. 500 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു ടെന്റിനകത്തെ താപനില. ഭൂരിഭാഗം മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ചാരമായി തീർന്നു. DNA, ദന്തഭാഗങ്ങൾ എന്നിവ പരിശോധിച്ചാണ് പലതും തിരിച്ചറിഞ്ഞത്. സംഭവത്തിന്റെ പിറ്റേ ദിവസം തന്നെ നസ്രയെ അറസ്റ്റ് ചെയ്തു. പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തു.
ആസൂത്രിത കൊലപാതകം, കൊലപാതക ശ്രമം, തീകൊളുത്തൽ എന്നീ കുറ്റങ്ങളാണ് അവർക്കെതിരെ ചുമത്തിയത്. ആദ്യം കുറ്റമേറ്റു, പിന്നീട് നിഷേധിച്ചു. എന്നാൽ 2009 ഒക്ടോബറിൽ വിചാരണ ആരംഭിച്ചപ്പോൾ പ്രതി കുറ്റം നിഷേധിച്ചു. ഭീഷണിയെ തുടർന്ന് നിർബന്ധിതമായിട്ടാണ് താൻ നേരത്തെ കുറ്റസമ്മതം നടത്തിയതെന്നായിരുന്നു മൊഴി. ഭർത്താവുമായി ബന്ധമുള്ള ജയിൽ ജീവനക്കാരൻ ഗർഭചിത്രത്തിനുള്ള ഗുളിക നൽകിയതിനെ തുടർന്ന് തനിക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടതെന്നും നസ്ര ആരോപിച്ചു. രണ്ടാം വിവാഹം ചെയ്ത ഭർത്താവുമായുള്ള ദാമ്പത്യത്തിൽ 2 മക്കൾ നസ്രയ്ക്കുണ്ട്. ഒടുവിൽ പ്രതിക്ക് തൂക്കുകയർ. അതേസമയം 2009 നവംബറിൽ നസ്ര കുട്ടിയായിരുന്നപ്പോൾ ചില മാനസിക വൈകല്യങ്ങൾ കാണിച്ചിരുന്നുവെന്ന് പ്രതിഭാഗം അഭിഭാഷകർ അവകാശപ്പെട്ടതിനെ തുടർന്ന് പ്രതിയെ മാനസികാരോഗ്യ പരിശോധനയ്ക്ക് വിധേയയാക്കാൻ ജഡ്ജി ആദിൽ അൽ സാഗർ ഉത്തരവിട്ടിരുന്നു. അവരുടെ ഭർത്താവിനെയും ഏഷ്യൻ വീട്ടുജോലിക്കാരിയെയും വിളിപ്പിക്കാനും ഉത്തരവിട്ടു. പ്രതി പെട്രോൾ ഒഴിക്കുമെന്ന് താൻ കണ്ടതെന്ന വീട്ടുജോലിക്കാരി മൊഴി നൽകി. ഒരു ആഭിചാരത്തിൽ പെട്ടുപോയ താൻ മന്ത്രിച്ച വെള്ളം കൂടാരത്തിലേക്ക് ഒഴിച്ചുവെന്നും എന്നാൽ പെട്രോൾ ഒഴിച്ചില്ലെന്നുമായിരുന്നു നസ്ര പിന്നീട് പറഞ്ഞത്. 2010 മാർച്ചിൽ 57 പേരുടെ ആസൂത്രിത കൊലപാതകത്തിൽ പ്രതി കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് തീ കൊളുത്തിയതെന്ന് വ്യക്തമാവുകയും പ്രതിക്ക് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. 2017 ജനുവരി 25 സെൻട്രൽ ജയിലിൽ പ്രതിയെ തൂക്കിലേറ്റി. അന്ന് കുവൈത്തിൽ വധിക്കപ്പെട്ട 7 പേരിൽ ഒരാളായിരുന്നു നസ്ര. ലഹരിമരുന്ന് സംബന്ധമായ കേസുകളിലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈത്ത്. കുവൈത്ത് ദുരന്തം ലോക കേരള സഭ നിർത്തിവെക്കണമെന്ന കുമ്പളത്ത് ശങ്കരപ്പിള്ള. ലോക കേരള സഭ നടപടികൾ നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ഇൻകാസ് ഗ്ലോബൽ ചെയർമാൻ കുമ്പളത്ത് ശങ്കരപ്പിള്ള ആവശ്യപ്പെട്ടു. കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ചവരിലേറെയും മലയാളികളാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ അവരോടുള്ള അനാദരവ് കൂടിയാണ് ഇത്. ലോക കേരള സഭയ്ക്കായി മാറ്റിവെച്ച പണം മരിച്ച പ്രവാസികളുടെ കുടുംബത്തിന് നൽകണം. പ്രവാസികൾക്ക് വേണ്ടിയുള്ള സഭയാണ് ലോക കേരള സഭയെങ്കിൽ ഇത്തരമൊരു ദുരിത സമയത്ത് സാമാന്യ മര്യാദ പുലർത്താനെങ്കിലും സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ഇതിൽ നിന്ന് തന്നെ സമ്പന്നരായ പ്രവാസികളെ ലക്ഷ്യം വെച്ച് മാത്രം സർക്കാർ നടത്തുന്ന പ്രഹസനമാണ് ലോക കേരള സഭയെന്ന് വ്യക്തമാവുകയാണ്. ഈ ധൂർത്ത സഭ OICC ഇൻകാസ് പ്രവർത്തകർ ബഹിഷ്കരിക്കും. ഉദ്ഘാടന പരിപാടികളും കലാമാമാങ്കവും മാറ്റിവെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. സർക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നത് അവരുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനായി മാത്രമാണ്. മരിച്ച പ്രവാസികളുടെ മൃതദേഹങ്ങൾ തലസ്ഥാനത്തെത്തുമ്പോഴും ലോക കേരള സഭ നടത്തുന്നത് പ്രവാസികളോടുള്ള അങ്ങേയറ്റത്തെ അവഗണനയുടെ സൂചനയാണ്. സർക്കാരിന്റെ ഈ ഗർവാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. ലോക കേരള സഭ സർക്കാർ ഖജനാവ് കാലിയാക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന തട്ടിപ്പ് പരിപാടിയാണ്. ഈ സഭ കൊണ്ടുണ്ടായ നേട്ടം എന്ത് എന്ന് ഇപ്പോഴും വ്യക്തമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ചർച്ചകളും സംവാദങ്ങളും കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല പ്രവാസി പ്രശ്നങ്ങൾ. കേരളത്തിൽ എത്ര പ്രവാസികളുണ്ടെന്ന് ഇപ്പോഴും വ്യക്തതയില്ലാത്ത ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. പ്രവാസികളുടെ കൃത്യമായ എണ്ണം അടയാളപ്പെടുത്തുമെന്ന് കഴിഞ്ഞ സഭയിൽ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനിപ്പോഴും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. എത്ര പ്രവാസികളുണ്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത സർക്കാരാണ് പ്രവാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് കൗതുകം. ബജറ്റിലെ പ്രഖ്യാപനങ്ങളും കോവിഡ് കാലത്ത് പ്രഖ്യാപിച്ച പ്രവാസി പാക്കേജുമൊക്കെ സർക്കാർ തന്നെ മറന്നിട്ടുണ്ടെന്നും കുമ്പളത്ത് ശങ്കരപ്പിള്ള കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, തിരുവനന്തപുരം. ബലിപെരുന്നാൾ, UAE-യിൽ തടവുകാർക്ക് മോചനം. ബലിപെരുന്നാളിന് മുന്നോടിയായി 1138 തടവുകാരെ മോചിപ്പിക്കാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. 686 തടവുകാരെ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും മോചിപ്പിക്കും. വിവിധ കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്ന ഇവരുടെ സാമ്പത്തിക പിഴകൾ തീർപ്പാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് സാമൂഹിക ഉത്തരവാദിത്തത്തോടെ ജീവിക്കാനും ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കാനും തടവുകാർക്ക് അവസരം നൽകുകയാണ് തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. എല്ലാ വർഷവും പ്രധാന ഇസ്ലാമിക ആഘോഷങ്ങൾക്ക് മുന്നോടിയായി UAE-യിൽ ഒട്ടേറെ തടവുകാർക്ക് മോചനം നൽകാറുണ്ട്. UAE-യുടെ സഹിഷ്ണുതാ മൂല്യങ്ങളാണ് ഭരണാധികാരിയുടെ ഉത്തരവിൽ പ്രതിഫലിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. ഒടുവിലവർ നാടണഞ്ഞു. കണ്ണീരണിഞ്ഞ കേരളം. 31 പേരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി. കുവൈത്തിലെ ലേബർ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 31 പേരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി. 45 പേരുടെ മൃതദേഹങ്ങളാണ് വ്യോമസേനാ വിമാനത്തിൽ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. വ്യോമസേനയുടെ IFC 0564 നമ്പർ കാർഗോ വിമാനം രാവിലെ 6:20 കുവൈത്തിൽ നിന്ന് പുറപ്പെട്ടത്. കേരളത്തിലെ 23 പേരുടെ കൂടാതെ തമിഴ്നാട്ടിലെ 7 പേരുടെയും കർണാടകയിലെ ഒരാളുടെയും ഉൾപ്പെടെ 31 പേരുടെ മൃതദേഹങ്ങളാണ് കൊച്ചിയിലെത്തിച്ചത്. ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും വിമാനത്തിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാർ അടക്കമുള്ളവർ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി.
മുംബൈയിലുള്ള മലയാളി ഡെന്നി ബേബി അടക്കമുള്ളവരുടെ മൃതദേഹങ്ങളുമായി വിമാനം പിന്നീട് ഡൽഹിയിലേക്ക് തിരിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് നോർക്ക റൂട്ട്സിന് കീഴിൽ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷനുമായി ചേർന്ന് പ്രത്യേക ക്രമീകരണങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ തമിഴ്നാട് ഗവൺമെന്റിന്റെ 8 ആംബുലൻസുകളും വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. തീപിടുത്തത്തിൽ 45 ഇന്ത്യക്കാരടക്കം 49 പേരാണ് മരിച്ചത്. 50-ലധികം പേർക്ക് പരിക്കേറ്റിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 4:05 കുവൈത്തിലെ മലയാളി ഉടമസ്ഥതയിലുള്ള NBTC ഗ്രൂപ്പിന്റെ ലേബർ ക്യാമ്പിൽ തീപിടുത്തമുണ്ടായത്. തൊഴിലാളികൾ ഉറങ്ങിക്കിടക്കവെയായിരുന്നു അപകടം. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കൊച്ചി. 130-ാം വയസ്സിൽ ആദ്യ ഹജ്ജ്. സുർഹുദ മുത്തശ്ശിയെ വരവേറ്റ സൗദി. പ്രായത്തെ വെല്ലുന്ന ആവേശത്തോടെ ഹജ്ജിനെത്തിയിരിക്കുകയാണ് 130-ാം വയസ്സിലേക്ക് ചുവടുവയ്ക്കുന്ന അൾജീരിയൻ സ്വദേശിനി സുർഹുദ സ്ഥിതി. ഇത്തവണത്തെ പ്രായം കൂടിയ ഹജ്ജ് തീർത്ഥാടകയാണ് സുർഹുദ. 1894 ജൂലൈ 6 ഗുൽമ പ്രവിശ്യയിലെ ഐൻ എൽ അർബിയിൽ ജനിച്ച സുർഹുദയ്ക്ക് ആദ്യ ഹജ്ജ് നിർവഹിക്കാൻ അവസരം ലഭിച്ചത് 130-ാമത്തെ വയസ്സിലും. ഇതുവരെ ഹജ്ജ് നിർവഹിച്ചവരിൽ ഏറ്റവും പ്രായമേറിയ തീർത്ഥാടക എന്ന റെക്കോർഡിലേക്ക് സുർഹുദ എത്തുമെന്നാണ് കണക്കുകൂട്ടുന്നത്. പ്രായമായ കൊച്ചുമകൾ ജാനറ്റിനൊപ്പമാണ് അവർ ഹജ്ജിനെത്തിയത്. വിശ്വാസത്തിന്റെയും സഹിഷ്ണുതയുടെയും ഭക്തിയുടെയും മാർഗത്തിന് പ്രായം തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ഈ വനിത. വിമാനത്താവളത്തിൽ മാലയിട്ട് സ്വീകരിച്ച സൗദി അധികൃതരുടെ ഓരോ ചോദ്യത്തിനും ചുറുചുറുക്കോടെ മറുപടി പറഞ്ഞ കേട്ടുനിന്നവർക്കും പ്രചോദനമായി. വീൽചെയറിലാണെങ്കിലും ഹജ്ജിന്റെ പവിത്രമായ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ആരോഗ്യവും മനക്കരുത്തുമുണ്ടെന്ന് സുർഹുദ പറഞ്ഞു. സ്ഥിരോത്സാഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പാരമ്പര്യം ഉൾക്കൊള്ളുന്ന മുത്തശ്ശി ഒട്ടേറെ തലമുറയ്ക്ക് പ്രചോദനമായതായി ജാനറ്റ് പറഞ്ഞു. ജീവിതത്തിൽ 2 തവണ ഉംറ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഹജ്ജ് നിർവഹിക്കുന്നതെന്നും അത് തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷ മുഹൂർത്തമാകുമെന്നും സുർഹുദ പറഞ്ഞു. ഹജ്ജിന് ശേഷം ജൂലൈ 6 സൗദിയിൽ വെച്ച് 130-ാമത്തെ ജന്മദിനം ആഘോഷിച്ചാകും ഇവരുടെ മടക്കം. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മക്ക. UAE-യിലെ ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.